ഹലോ അസ്സാം വലൈക്കും ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അറബിയിൽ നമുക്ക് SLC എക്സാമിൽ നിർബന്ധമായി ചോദിക്കാൻ സാധ്യത ഒരു ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കാം. ഓക്കെ, മുൽസക്ക് എന്നാണ് പോസ്റ്ററിന് പറയാം കേട്ടോ. ഓക്കെ, പോസ്റ്ററിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ഫസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഇതാണ് പോസ്റ്ററിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏത് പോസ്റ്റർ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് നന്നായിട്ടൊരു ബോക്സ് വരയ്ക്കണം. ഓക്കെ, പിന്നെ നമ്മൾ അതിന് ഫസ്റ്റ് ഉണ്ടാവേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അതിനൊരു ഹെഡിങ് വേണം, ടൈറ്റിൽ വേണം. ഓക്കെ, അപ്പോൾ ഈ ടൈറ്റിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടാം? ഈ ടൈറ്റിൽ നമുക്ക് എന്തിനെക്കുറിച്ചാണോ പോസ്റ്റർ ഉണ്ടാക്കേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കി നമുക്ക് എന്താണ് ടോപ്പിക് എന്ന് മനസ്സിലായത് അത് ഹെഡിങ് ആക്കിയിട്ട് അടിപൊളിയിൽ കൊടുക്കാം. ഓക്കെ, ബോക്സ് വരച്ചു, ഹെഡിങ് ആയി. ഓക്കെ, പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? പിന്നെ നമുക്ക് ഡേറ്റ് ആണ്. അപ്പോൾ ഹെഡിങ്ങിൻ്റെ താഴത്ത് ഡേറ്റ് ആണ്. ചില ഇപ്പോൾ പ്രോഗ്രാമുകൾ വായനാ ദിനം അതിന് പ്രത്യേക ദിവസമുണ്ട്, അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഡേ ദിവസമുണ്ട്, അറബി ഭാഷാ ദിനം ഒക്കെ ദിവസം ഉണ്ടല്ലോ. അങ്ങനെ പ്രത്യേക ക്വസ്റ്റ്യനിൽ പറഞ്ഞ ദിവസമാണെങ്കിൽ അത് തന്നെ ഇവിടെ കൊടുക്കാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ടൊരു പിന്നെന്താ പറയുക, ഒരു ഡേറ്റ് പഠിച്ചു വെക്കാം. ഞാൻ അതിൻ്റെ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതിൽ വേണ്ട ടൈമാണ്. നമ്മൾ ടൈം വക്ത് എന്ന് പറഞ്ഞ ടൈമാണ് കേട്ടോ. താരീഖ് എന്ന് പറഞ്ഞ ഡേറ്റ്, വക്തിൻ്റെ സമയം. പിന്നെ നമുക്കതിൽ വേണ്ടത് എന്താണ്, ഇത് എവിടെ വെച്ച് നടക്കുന്ന പ്ലേസാണ് വേണ്ടത്. പിന്നെ അതിൽ പങ്കെടുക്കുന്നത് മുഷാരിക്കു എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ലുയൂഫ് ഗസ്റ്റ് എന്ന് കൊടുക്കാം. മുഷാരിക്ക് എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുന്നവർ, അതാണ് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് അതിൽ നമ്മൾ വെൽക്കം ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മോഡൽ നോക്കാം നമുക്ക്. ഇതൊരു വായനാ ദിനത്തിൻ്റെ പോസ്റ്ററാണ്. അപ്പോൾ ഇതിലെന്താണ്, വായനാ ദിനം ആയതുകൊണ്ട് ജൂൺ 19 ഓക്കെ, അപ്പോൾ ഈ ഡേറ്റും നമുക്ക് ഹെഡിങ് എവിടെ നിന്ന് കിട്ടും? ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്നുണ്ടാവും കേട്ടോ. ഇത് 2 ക്വസ്റ്റ്യനിൽ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വിട്ടു. ഇനി ഇവിടുന്ന് താഴത്തേക്കുള്ള കണ്ടൻറ്റാണ് ഞാൻ പറഞ്ഞ ബോക്സ് വരക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല, താഴത്തേക്കുള്ള കണ്ടൻറ്റാണ്. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് നേരം നമ്മളൊക്കെ എപ്പോഴും ചോദിക്കൽ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ആയിരിക്കും. ഓക്കെ, ഈ സ്കൂളിലെ പ്രോഗ്രാമും വേറെ പ്രോഗ്രാമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്കൂളിൽ വെച്ച് നടത്താം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒന്നിന് കോമൺ ടൈമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താസിയ സ്വഭാവം രാവിലെ 9 മണി എന്നാണ്. നമുക്ക് ഏത് പ്രോഗ്രാമും രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഏത് പരിപാടിനെ കുറിച്ച് ചോദിച്ചാലും രാവിലെ 9 മണി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഈ സമയമൊന്നും ക്വസ്റ്റ്യനിൽ ഇന്നത് കൊടുക്കണമെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയില്ല. പ്രോഗ്രാമിൻ്റെ ഹെഡിങ് മാത്രമേ ക്വസ്റ്റ്യനിൽ പറയുള്ളൂ. അപ്പോൾ നമുക്ക് താസിയോ 9 മണി സ്വഭാവൻ രാവിലെ, ഇത് വേറെ സമയം എഴുതാൻ പറ്റുമ്പോൾ അങ്ങനെ എഴുതാം. ഒന്നും അറിയാത്തവർ ഇത് തന്നെ പഠിച്ചു വെക്കാം. ഇനിയോ ഫീ റിഹാബ്, സ്കൂളിൻ്റെ മുറ്റത്ത്, കോട്ടയാട് എന്നുള്ളതിന് പറയാം, മുറ്റത്ത്, സ്കൂളിൻ്റെ അങ്കണം, സ്കൂളിൻ്റെ മുറ്റത്ത്. മദ്രസത്തു സാനവിയ അൽ ഹുക്കൂമിയ, ഗവൺമെൻറ് ഹൈസ്കൂൾ ബി കാലിക്കൂത്ത്. കോഴിക്കോട് നിന്ന് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എറണാകുളം എന്നോ തിരുവനന്തപുരം എന്നൊക്കെ കൊടുക്കാം, നിങ്ങളിഷ്ടം പോലെ. അപ്പോൾ ഇതും ഇതേപോലെ സ്ഥലവും ഇതന്നെ പഠിച്ചു. കാരണം ഏത് പ്രോഗ്രാമും സ്കൂളിന് മുറ്റത്ത് വെച്ച് നടത്താം. അപ്പോൾ നമുക്ക് ഏത് പ്രോഗ്രാമിനെ കുറിച്ച് പോസ്റ്റർ ചോദിച്ചാലും നമുക്ക് ഈ സെയിം വേർഡ് തന്നെ യൂസ് ചെയ്യാം, സെയിം ടൈം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മീനിങ് കൂടെ കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് കിട്ടുന്നത് എന്താണ്, അൽ മുഷാരിക്കൂൻ, നമ്മൾ ഹെഡിങ് ചെയ്ത സൈഡിൽ പങ്കെടുക്കുന്നവർ. എന്നിട്ട് ഇവിടെ 2-3 ഗസ്റ്റുകളെ കൊടുത്തിക്കണം. നിങ്ങൾക്ക് ഇതേ ഗസ്റ്റുകളെ പഠിച്ചു വെച്ച് ഇവരെ തന്നെ എല്ലാ പോസ്റ്ററും ചെയ്യാം, ഇതെല്ലാം നിങ്ങൾക്ക് മാറ്റും ചെയ്യാം. ഒരു 2-3 ഗസ്റ്റിനെ കൊടുക്കാം. ഇവിടെ കൊടുത്താൽ ഒന്ന് മുദീറുൽ മുഖാത്തറ, ജില്ലാ കളക്ടർ അല്ലേ, നമുക്ക് ജില്ലാ കളക്ടർ സ്കൂളിൽ ഏത് പ്രോഗ്രാമിനും വിളിച്ചൂടെ. റഈസ് മജ്ലിസുൽ കറവിയ, പഞ്ചായത്ത് പ്രസിഡന്റ്, അതിലെല്ലാം. നാദിർ മദ്രസ, നമ്മുടെ സ്കൂളിലെ HM ഹെഡ് മാസ്റ്റർ. ഈ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതേ മാറ്റർ ഉപയോഗിച്ചിട്ട് ഏത് പോസ്റ്റർ ചോദിച്ചാൽ കൊടുക്കാം. ഇനി ദഅവത്തുൽ ആമ, എല്ലാവരെയും സ്വാഗതം എന്നുള്ള. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മർഹബൻ അല്ലേ, നിങ്ങൾക്ക് മർഹബൻ കൊടുക്കാം. മർഹബൻ ലക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൊടുക്കാം. മർഹബൻ ലക്കും എന്ന് നിങ്ങൾ കൊടുക്കാം, അല്ലെ അഖിലം വസഖിലം എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് പോസ്റ്റർ 2-3 മാർക്കിന് ഷുവറായി നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കാണ്. അത് ഒരിക്കലും മിസ്സാക്കരുത്. മനസ്സിലാവാത്തവരൊന്നും കണ്ടിട്ട് ക്ലിയർ ആക്കി അടിപൊളിയാക്കിയിട്ട് എഴുതാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.